ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം കേട്ടോ. നീളം വയ്ക്കാനും അതേപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ മുടി കേട്ടോ. അമ്മ എപ്പോഴും പണ്ടൊക്കെ ചെയ്യാറുള്ള ഒരു ഇതാണ് DIY ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഹെയർ മാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഹെയർ സിറം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് പപ്പായയുടെ ലീഫാണ് കേട്ടോ. അപ്പോൾ പപ്പായയുടെ ലീഫൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഒരുവിധം ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ആ ലീഫാണ് വേണ്ടത്. പപ്പായയും അറിയാം, ഏറ്റവും നല്ലൊരു ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അപ്പം നമുക്ക് പപ്പായയുടെ ലീഫ് കുറച്ച് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകുക. അതിൽ ഒരുപാട് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. പപ്പായയുടെ ലീഫിൽ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും കാൽഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പപ്പായ ലീഫ് ഒരു മിക്സി ജാറിലിടുക. എന്നിട്ട് അത് ചെറിയ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അതിൻ്റെ പേസ്റ്റ്, നമുക്ക് നല്ല പോലെ ജ്യൂസാണ് വേണ്ടത്, പേസ്റ്റാക്കി എടുക്കണം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് അലോവേരയാണ് വേണ്ടത്. അപ്പോൾ കറ്റാർവാഴ അറിയാം, നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അലോവേര. അപ്പോൾ ആ അലോവേരയുടെ ജെല്ലും കൂടെയാണ് നമ്മൾ ആ ഒരു മിക്സി ജാറിലേക്ക് ഇടേണ്ടത്. എന്നിട്ട് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഈ ഒരു രൂപത്തിൽ നമ്മുടെ മുടിയിൽ തേക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കണേന് ഒരു 2 മണിക്കൂർ മുന്നോ 1 മണിക്കൂർ മുന്നോ നമ്മൾ തേച്ച് നല്ല പോലെ പിടിപ്പിക്കുക. ഈ പപ്പായ ലീഫിൽ ഒരുപാട് വിറ്റാമിൻ സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുടിയിൽ നല്ല പോലെ ഒരു ഹെൽത്തി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡാൻഡ്രഫോ അങ്ങനെ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ മാറി നല്ല പോലെ തഴച്ച് വളരാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ഈ പപ്പായയുടെ ലീഫിൻ്റെ വെള്ളം നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരു ദിവസം മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിന് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ 1 മാസമെങ്കിലും യൂസ് ചെയ്യണം. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്